അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല് അലിവിന്റെ നീരിനായി തേടും ഈ വേഴാമ്പല് ഓരോരോ കാലടി കബറിലെ കാണുന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ എല്ലാവരും വർത്താനം? സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലിട്ട മക്കളെ. വെള്ളമില്ലാത്തന്നേ ഇപ്പം തിരുമ്പി വെച്ചതാണ്. വെള്ളമില്ലാത്തന്ന് ഒലരാൻ വേണ്ടി ഇത് കേട്ടോ ഔത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കണ്ടില്ല. ഔത്ത റൂം നിറഞ്ഞേക്കണു. അപ്പോൾ ഇതൊക്കെ ഒന്ന് വന്നോട്ടെ. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ കൊണ്ടോട്ടെ. എല്ലാ തൊടി ഇടാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ചത്. അപ്പോൾ വെള്ളമൊക്കെ കുറ്റലൊക്കെ നിന്നേക്കണു. അപ്പോൾ ഞാൻ ഔത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതേമാതിരി കൊണ്ടുപോയിട്ട് അത്തിരി. അപ്പോൾ ഞാൻ റൂമത്താണ് ഉണങ്ങിയാൽ അവിടെ ഇങ്ങനെ കനല്ലാത്തൊക്കെ കൊണ്ടുപോയിടാലോ വിചാരിച്ച് കണ്ടിട്ടാണ്. അപ്പോൾ തിരുമ്പലേ ഇനി ഉണക്കല് നോക്കിയാൽ മതി. നല്ല കച്ചവടമാണ് ഇപ്പോൾ. കടയിൽ നല്ല കച്ചവടമുള്ള സാധനമാണ് ഇപ്പം. ഈ അടിച്ച് മഴ കണ്ട് പെയ്തപ്പോഴേ അതിൽ തയ്യില ശീലകണ്ഠം ചീന്തിക്കാണ്ട് കെട്ടിയാലേ അവിടെ അറ്റി ചാടില്ല. കുറേ ശീലകണ്ഠം കൊണ്ട് കെട്ടിക്കണു. പിന്നെ റൂമിലൊക്കെ ആകുമ്പോൾ മറ്റങ്ങോട്ട് തൂങ്ങുകയാണ്. അപ്പം അതിൽ കെട്ടട്ടെ എന്ന് വിചാരിച്ചിക്കാണ്ട് ഒരു റോള് കൊണ്ടിരിച്ചതാണ് കേട്ടോ. 40 റുപ്യേൻ്റെ റോളാണിത്. അപ്പം എന്താ ഒരുപാട് തിരുമ്പി 8-10 ദിവസം വെള്ളമില്ലാതായിനല്ലോ. ഒന്നായിട്ടാണ് തിരുമ്പി. ഊരവേദന മാറി. തിരുമ്പൽ ഫുള്ള്. മെഷീനാണെങ്കിൽ കേടാണ്. അത് ചെറുതായിട്ട് കേടൊക്കെ ഉള്ളൂ. കുഞ്ഞാണി നോക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞാണിക്ക് ഇപ്പോൾ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ കല്ലുമ്പട്ട തന്നെ ഫുള്ള് തിരുമ്പിയത്. പിന്നെ അപ്പം എന്താ ഒക്കെ തിരുമ്പിയത് ഫുള്ള് അയലുമ്മൽ ഇങ്ങനെ തൂക്കിനിട്ടൊക്കെയാണ്. പിജാതെ ഒലിമ്പ് അയലുമ്മക്ക് ഇടുക. മഴ ആണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ അങ്ങനെ കൊള്ളുക. അപ്പോൾ ഇന്ന് കുറച്ചുണ്ട് ഓലർന്നു കിട്ടുക. അന്ന് കുറച്ച് നേരം വൈകുന്നേരം ഉച്ചക്ക് ഒരു മഴ ഇല്ലേനല്ലോ. അപ്പം നല്ല ഓലർന്നേക്കണ്. വെള്ളമൊക്കെ ഉറ്റലൊക്കെ നിന്നേക്കണം. പിന്നെ ഈ റൂമിൽ എന്നാണ്ട് കെട്ടട്ടെ വിചാരിച്ചാൽ ഒലന്നതൊക്കെ ഇവിടെ കൊടുന്നിടട്ടെ. അല്ല ഞാൻ ഇനിയും തിരുമ്പാൻ തന്നെ അല്ലേ, എല്ലാം കൂടി ഒരു കഥ ആവും. ഒലന്നതെങ്കിലും ഒന്ന് കാറ്റ് പകൽ ജനാലയൊക്കെ ഒന്ന് തുറന്നിട്ട് കാണ്ടേ ഈ കാറ്റ് ഇട്ടിക്കാണ്ടൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ അത് വിചാരിച്ച് കണ്ട് അയിൽ കെട്ടുകയാണ് കേട്ടോ. ആരും വരുമ്പോഴല്ലേ, വരുമ്പോൾ അയച്ചെടുക്കണം. അല്ല അപ്പത്താ കാട്ടണു. എല്ലാവരും ഇങ്ങനെ തായേരിയിൽ വരെ അയലാണ്. ഓരോരുത്തരും തായേരിയിൽ വരെ താൽക്കാലിക കെട്ടലാണ്. ഇത് അയച്ചിക്കാണ്. ഇനി വെയിലാണെങ്കിലോ ഇതുണ്ട് അയച്ചെടുക്കുക, വേഗം പുറത്തുകൊണ്ടുപോയി കെട്ടുക. ഇത് പറഞ്ഞു വരുമോ? അങ്ങനെ അതി ഞാൻ ഇങ്ങനെ പോയാൽ പോരെ പോരെ. ഒരൊറ്റ വെയിലല്ലേ, ഒരൊറ്റ മണിക്കൂർ നല്ലൊരു വെയിലുണ്ടായ ഫുള്ള് ഉണക്കിയെടുക്കട്ടാ. എൻ്റെ മോനൂസിനും ഞാനുമാണ് ഇപ്പോൾ കുടുങ്ങിയത്. കുഞ്ഞാണി പിന്നെ ഒരു 4 ദിവസമൊക്കെ ഇടും. പുറത്തിറങ്ങി പോണില്ലല്ലോ പറഞ്ഞു കാണ്ട് അവത്തന്നെ ഇരിക്കല്ലേ. അപ്പോൾ 4 ദിവസമൊക്കെ ഇടും. എൻ്റെ റിസൂനും എനിക്കും തയ്യണില്ല. എൻ്റെതും പോട്ടെ, പർദ്ദ പിന്നെ ചുരിദാറോ അത്തേലൊക്കെ വലിച്ചിടാം. എൻ്റെ കുട്ടിൻ്റെ ആണ് പഠിച്ചോനെ. പുതിയത് വരെ ഇട്ടുട്ടാ. പുതിയത് ഇട്ട് കൊടുക്കണ്ട എത്ര അറിയോ എനിക്ക്? ഓന് പുറത്തു പോകണില്ല. അപ്പം പിന്നെ കേട് വരൂലല്ലോ, ഡ്രസ്സ് കേട് വരൂല. അകത്തുനിന്ന് പുറത്തൊന്നും പോകണില്ല, ചളി ആക്കണില്ല, വെള്ളം ആക്കണില്ല. ആ ധൈര്യത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മോളും അത് അവിടുന്ന് പറഞ്ഞു, സിനുവേ അവിടുന്ന് വിളിച്ചിക്കാണ്ട് പറയണം അമ്മ തോരടാൻ സ്ഥലമല്ലോ. അപ്പത്തെ ഓൽക്ക് മേലെ ഹോസ്റ്റലിൻ്റെ മേലെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ. സീറ്റ് ഇട്ട് കാണ്ടേ പഠിക്കാനും തോരടാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്നിട്ട് ക്ലിപ്പ് കുത്തിയിടലാണ്. അപ്പോൾ ഓരോരോ മക്കൾ നല്ല ഐഡിയ ഉള്ള മക്കളുണ്ടാവുമല്ലോ. ഉണങ്ങിയാൽ വരെ ആ തോരട്ടത് എടുത്തോണ്ടിരില്ല. ഉണങ്ങിയത് അവിടെ ഇങ്ങനെ കെടുക്കും. പിന്നെ ആരും എടുക്കൂല. പിന്നെ സാമർത്ഥ്യമുള്ള കുട്ടികളെ വന്നാൽ നീക്കിയിട്ട് കാണ്ടൊക്കെ തോരടും.
ആ മക്കളെന്താ ചെയ്യണ അറിയോ, ആ തോരട്ട് എടുത്ത് കൊണ്ടുപോകാതെ നിൽക്കണം. എന്താ വെച്ചാൽ ഓൽക്ക് പിറ്റേ ദിവസം തോരടാ, അതുകൊണ്ട് എടുക്കലും തോരടലും ഒപ്പായാൽ ആ സീറ്റ് സ്ഥലം പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മെല്ലെ ചെറുതായിട്ടൊന്ന് ചൊളിച്ചുകാണ്ട് അപ്പുറത്താണ് തോരട്ടാളെ, തീരെ എനിക്ക് സൗകര്യം. ഓള് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഒരാളതും തൊടൂലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവുമോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീരെ സ്ഥലമില്ല, തീരെ അവിടെ മാറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇജ്ജ് വാർഡനോട് പറഞ്ഞാളെ എനിക്ക് ഡ്രസ്സ് തോരടാൻ സ്ഥലമില്ല പറഞ്ഞാൽ. അത് വേണ്ടമ്മ, ഞാൻ പിന്നെ ബാത്റൂമിലിടും, കുളിച്ചുമ്പോൾ ബാത്റൂമിലിടും, അവിടുന്ന് വെള്ളം അല്ലിട്ട് ഞാൻ രാത്രി കിടക്കുമ്പോൾ റൂമിൽ തന്നെ ഇടലാണ്, ഞാൻ മേലേക്ക് കൊണ്ടുപോകലില്ല. അപ്പം മഴക്കാലമായുള്ള അവസ്ഥയാണ് അവിടുത്തെ. അപ്പം ഞാൻ പറഞ്ഞു അത് സാരല്ല ഇജ്ജ്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അറിയാം, സാമർത്ഥ്യം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. സൂപ്പറാളുണ്ടല്ലോ. ഇപ്പോൾ അതിലൊക്കെ മെനക്കെട്ട് കെട്ടുമ്പോഴേക്കാരം ചിലപ്പോൾ നാളെ വെയിലിറക്കല്ലേ. എൻ്റെ കുട്ടീൻ്റെ ഒക്കെ ഒന്നേ ഉണങ്ങിയിട്ട് ഈ സ്ഥലമില്ല, അത്ര മതിയല്ലോ. ഇപ്പം എത്രയാണ് കൊടുന്ന് തോരടല്ലേ, രാവിലേക്ക് കാത്ത് കണ്ട വെള്ളമല്ല കൂട്ടാ, വെള്ളമുള്ള അതൊന്നും ഇവിടെ ഒത്തു കൊടുന്നോളൂല, ഒക്കെ പുറത്ത് തന്നെ കൊണ്ടുപോയിടും. നല്ലോണം വെള്ളമല്ല കുഞ്ഞ് കാറ്റ് ഇങ്ങനെ തട്ടിയാലേ എല്ലാം കൂടി അട്ടിയാക്കി ഇട്ടിട്ടും കാര്യമില്ലല്ലോ. ഒരുവിധം വെള്ളം ഇപ്പോൾ പറ്റ പോയതൊക്കെ ഉണങ്ങാനായതൊക്കെ റൂമിലാണ് കൊടുന്നിടുക. കാരണം കുറഞ്ഞതൊക്കെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. എന്താ സൂപ്പറില്ലേ നമ്മളെ മീരാ ജാസ്മിൻ്റെ അയില ഓർമ്മ ഉണ്ട്. മീരാ ജാസ്മിനെ കാണാനില്ല, മോഹൻലാൽ മീരാ ജാസ്മിൻ ആ ഒരു പാട്ട് കേട്ടത് നല്ല രസട്ടാ. എല്ലാം ഒന്നും എടുത്തിട്ടില്ല, ഒരുവിധം ഉണങ്ങിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ. റൂമല്ലേ, റൂമൊക്കെ അങ്ങനെ നനഞ്ഞതൊന്നായിട്ട് കൊടുന്നിടാൻ പറ്റൂലല്ലോ. അപ്പം നല്ല നനവുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇഷ്ടം പോലെ അവിടെ കൂട്ടിയിട്ടേക്കണേ. അത് ഇനിയിപ്പോൾ ഇതാണ് ഉണങ്ങട്ടെ, അപ്പോഴത്തേനും അത് ഒലന്നോളും. അങ്ങനെ ചെയ്യട്ടെ കേട്ടോ. മോളൂസൊക്കെ പോയി വരാനായി, പോയെന്ന് ഒലിമ്പിട്ട സാധനമാണിത്. ഓളെന്നെ ഒലിമ്പിട്ടാണ്, അത് വരെ ഉണങ്ങിയിട്ടില്ല. കുഞ്ഞാണി കഴിച്ചിടുമ്പോൾ തന്നെ ചോദിച്ചും വേറെ ഇടാനുണ്ടാ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇടാ. ഞാൻ പറയും കുറേ ദിവസമായി ഇൻ്റെതൊക്കെ ഞാൻ അവിടെ കൂട്ടിയിട്ടൊക്കെ കേട്ടാ. ഇതൊക്കെ നല്ല നനവാണ്, കണ്ടാൽ തോന്നും ഉണങ്ങിക്കണമെന്ന്. നല്ല പൂരുണ്ട്, വെള്ളം ഇറ്റണില്ല എന്നുള്ളൂ. കുട്ടീൻ്റെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയാണ്. ഇമ്മാതിരിയൊക്കെ എങ്ങനെയാണ് ഉണങ്ങൽ ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ. എത്താതെ കട്ടിച്ചാക്ക് 4 മണിലേ നമ്മൾ എങ്ങനെ ഇതിമട്ട് ഉണങ്ങിയാലും വെയിലത്തൊരു ചൂടട്ടാഞ്ഞ ഒരു ചൂരുവാണല്ലേ, ഒരു മണമാണ്. തണുപ്പ് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ. ഉണ്ട് എൻ്റെ മാക്സികളൊക്കെ കണ്ടിട്ടോ, ഒക്കെ എടുത്ത് കൊടുന്നാട്ടെ. എട്ട് 10 ദിവസമല്ലേ ഒന്ന്, അതാണിപ്പോൾ ഇങ്ങനെ ആയതിട്ടാ. എൻ്റെ മാക്സികളെന്നെ എണ്ണ നോക്കിയാലും അറിയാം. ഇനിയുള്ളത് ഒന്നും വെള്ളം അല്ലിട്ടില്ല, അതൊക്കെ പുറത്ത് തന്നെ. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ കാണില്ല. ഞാൻ അത് ഫുള്ളും അവിടെ തന്നെ പുറത്ത് തൂക്കിയിട്ടൊക്കെയാണ്. അത് ഔത്തേക്ക് ഇടാൻ പറ്റൂല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് വേണം. ഇതൊക്കെ ഈ ഉള്ളതൊന്നും ഉണങ്ങി കിട്ടിയാൽ തന്നെ വലിയൊരു കിട്ടലാണ്. അത് വെച്ചിട്ട് നമ്മൾ തിരുമ്പാതെ അങ്ങനെ വെക്കൂലല്ലോ. ഒന്നും തിരുമ്പിയില്ല, അപ്പോൾ കുറേ തിരുമ്പിയില്ലേ. കള്ളന്മാർ വന്നൂടി അറിയില്ല മക്കളെ. അതിലേ അത് മതി തൽക്കാലത്തിന്, അല്ലെന്നില്ല അവഞ്ഞ് ഉണങ്ങിക്കോളും. ഫാനിട്ട് കാണൊക്കെ ചിലവിൽ ഉണക്കല്. ഞാൻ ഫാനൊന്നും ഇടൂലട്ടോ, എനിക്ക് ബേജാറാണ്. കറണ്ട് ബില്ല് കൂടുമോ വെച്ചിട്ട് ഫാൻ ഇടലില്ല. അപ്പോൾ അങ്ങനെ കിടന്നിക്കാണ്ട് ഇങ്ങനെ ആണ് ഉണങ്ങട്ടെ. നാളെ ഇടാൻ ഇനിയിപ്പോൾ ഉണങ്ങിയിട്ട് വേണം നാളെ ഇടാൻ. ഇപ്പോൾ കണ്ടില്ലേ. അപ്പം ഇനി കുറേ അട്ടിക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ടേക്കണം ഞാൻ അവിടെ. അപ്പം ഇന്നത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അയൽ കെട്ടുക, തിരുമ്പുക, തോരടുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ദിവസത്തെ മെനക്കെടന്നെയാണ് മക്കളെ. ഇതൊക്കെ രാത്രി തുടങ്ങിയിരിക്കണം, രാത്രിയും പകലൊക്കെ ഇതിമ തന്നെ കെട്ടി മറിയണം കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഫ്സ വ്ലോഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.